കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി പാടിയോട്ടിച്ചാൽ യൂണിറ്റ് സമ്മേളനം നടന്നു. സമ്മേളനത്തിന് മുൻപായി മുതിർന്ന അംഗം കുഞ്ഞിരാമൻ കാഞ്ഞിരയ്ക്ക് പതാക ഉയർത്തി. ആദ്യമായി ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ മുതിർന്ന അംഗം ശ്രീ കെ കുഞ്ഞിരാമേട്ടനെ ആദരപൂർവ്വം വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ്, യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ്, യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ്, വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ്, യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ്, യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ചാക്കോ മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയുടെ വൈകപ്രകാരം 3 വർഷം കൂടുതലാണ് സമ്മേളനം നടക്കുന്നത്. നമ്മുടെ സമ്മേളനം സംസ്ഥാന സമ്മേളനം 2026 നവംബർ മാസത്തിൽ, ജില്ലാ സമ്മേളനം ആഗസ്റ്റിൽ, അതുപോലെ ഏരിയ സമ്മേളനങ്ങൾ ജൂലൈയിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനം. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ കണ്ണൂർ ജില്ലയിലുള്ള 18 ഏരിയകളിലുള്ള 293 യൂണിറ്റുകളിലുമായി യൂണിറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കും. ഏകദേശം 50% യൂണിറ്റുകളുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞു. നമുക്ക് ജൂൺ 30 യൂണിറ്റ് സമ്മേളനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സംഘടനാ സമ്മേളനം എന്ന് പറയുന്നത് മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ കൃത്യതയോടെ ചിട്ടയോടുകൂടി എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് അവതരണം, അതുപോലെ തന്നെ യൂണിറ്റുള്ള പരമാവധി ആൾക്കാരുടെ പങ്കാളിത്തം, സുതാര്യമായ നടപടികൾ കണക്ക്, ജനാധിപത്യപരമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ്, അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യതയാർന്ന ചിട്ടയോടുകൂടിയുള്ള ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത്. MS സനൂപ് അധ്യക്ഷനായി. C രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. MV രവീന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. C രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ധനഞ്ജയൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കബീർ, സുലേഖ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരള സ്കൂൾ ജില്ലാ കലോത്സവം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ ഋഷിക ലക്ഷ്മിയെ അനുമോദിച്ചു. തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഏരിയ സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പും നടന്നു. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മളെല്ലാവരെയും വല്ലാതെ തരത്തിൽ ആശങ്കയിലാക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സ്വർണം വാങ്ങരുത്, രാസവളം ഉപയോഗിക്കരുത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉദ്ഘാടകരും സംഘടനാ റിപ്പോർട്ട് കൊടുക്കുന്നവരൊക്കെ പറയും. ആ ഒറ്റ തീരുമാനം കൊണ്ട് തന്നെ നമ്മുടെ സെൻസസിലെ വളരെയധികം മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് രാജ്യത്ത് സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭാവി എന്ന് പറയുന്നത് ചെറുകിട വ്യാപാരിയെ സംബന്ധിച്ച് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടി. ഏരിയയിൽ തന്നെ ആദ്യത്തെ സമ്മേളനമാണ് നമ്മുടെ പാടിയോട്ടിച്ചാലിൽ ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം പാടിയോട്ടിച്ചാൽ ടൗണിൽ നമ്മുടെ യൂണിറ്റ് ഇപ്പോൾ കട്ടൂരായാലും വങ്ങാട് ഗതിയായാലും ഉമ്മർപോയി ഞെക്കി എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ യൂണിറ്റിൽ ഉണ്ടായ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും അതിൻ്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂട്ടിച്ചേർക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം ഇവിടെ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം ഒരു വ്യാപാര സംഘടന, അതിനു മുമ്പ് നമ്മൾ സംഘടന ആക്റ്റീവാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു വ്യാപാര സംഘടന ഉണ്ടായിരുന്നു. വ്യാപാരികളുടെ പ്രശ്നങ്ങളിലും അവർ ഇടപെട്ടിരുന്നു. പക്ഷെ നമ്മൾ വന്നതോടുകൂടി വ്യാപാരികൾ എങ്ങനെയാണ് ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു വിലയിരുത്തൽ വ്യാപാരികൾ ഗോപകുമാർ, നിർമ്മിഷ് ചന്ദ്രൻ, പ്രശസ്ത സിനിമാനടനും എംപിയുമായിരുന്ന ഇന്നസെന്റ്, സീറോ മലബാർ ആർച്ച് ബിഷപ്പ് ജോസഫ് കോവത്തിൽ,
CPIM മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ ചന്ദ്ര, ഓംപ്രകാശ് ചൗത്താല, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ഉദ്ധവ് ഭട്ടാചാര്യ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, രത്തൻ ടാറ്റ, ടാറ്റ ഗ്രൂപ്പ് മുൻ ചെയർമാൻ അജിത് പവാർ, മുൻ റെയിൽവേ മന്ത്രി മുഗൾ റോയ്, കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻമന്ത്രി KP വിശ്വനാഥൻ, PH മുസ്തഫ MLA, MB പത്മ MLA, മുഴുവൻ ആൾക്കാരുടെ യോഗത്തിൽ സമ്മേളനം അനുശോചിച്ചു.